കൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. നീ താജിന്റെ പെണ്ണോ അതോ മുന്നയുടെ പെണ്ണോ? നിനക്ക് വേണ്ടിയുള്ള അവരുടെ പോരാട്ടം കാണാൻ ഞാനും ഉണ്ടായിരുന്നു ഇന്നലെ നിനക്ക് പിന്നിൽ. അവളുടെ ചെറുവിൽ തൊട്ടങ്ങ് കയറി വന്നു. പച്ചത്തെറിയാണ് നാവിൻ തുമ്പിൽ വന്ന്. പക്ഷെ ആരോട് തീർക്കും? മുന്നിൽ വരാതെ മറിഞ്ഞേക്കുന്ന അവനെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരുത്തിന് സംശയം ഞാനും മുന്നേയുമായിട്ട് വഴിവിട്ട ബന്ധാണെന്ന്. ദേ ഇപ്പൊ വേറൊന്ന്. ഇവൻ ആ നാറിയെയും കടത്തിവിട്ടു. ഒരേ സമയം മുന്നേയുമായി അവനുമായിട്ട് എനിക്ക് ബന്ധാണെന്ന്. അല്ലെങ്കിൽ രണ്ടാളെയും ഞാൻ വശീകരിച്ചു വന്നു. അവൾക്കൊന്ന് പൊട്ടിത്തെറിക്കണമെന്ന് തോന്നി. അവളെ എഴുത്തി ചുരുട്ടി കൂട്ടി വേസ്റ്റ് ബിന്നിലിട്ടു. ആ അമ്മനെ തന്നെ ഇവിടെ ഒതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാ വേറൊരു മാരണം. എവിടുന്ന് കെട്ടിയെടുക്കുന്ന ഇങ്ങനെ ഓരോ അലവലാദികൾ. മനുഷ്യന്മാരുടെ സ്വൈര്യം കളയാൻ വേണ്ടി. അവൾ അവിടെ ടേബിളിൽ നിന്നൊരു പേനയും കടലാസും എടുത്തു. ഇപ്പം ഞാൻ മനസ്സിലാക്കിയാണ് നിന്നെ മറക്കുക എന്നാൽ മൃതിയാണെന്ന്, ഞാൻ നീ മാത്രമാണെന്ന് എന്നെഴുതി അവൾ ആ കടലാസ് കഷ്ണം നേരത്തെ വെച്ച പുസ്തകത്തിന് കീഴിലുള്ള ഒരു പുസ്തകത്തിൽ വെച്ച്. ഏതായാലും ഞാൻ അറിയാതെ എന്നെ പിന്തുടരുകയും എൻ്റെ തോന്നലുകളും തീരുമാനങ്ങളും ഞാൻ അറിയുന്നതിന് മുന്നേ അറിയുകയും ചെയ്യുന്ന ആളല്ലേ. ആ നിനക്കിതിരിക്കട്ടെ. ഞാൻ ഏത് പുസ്തകം എടുക്കുന്ന പോലും നിനക്ക് കാണാപ്പാടാണല്ലോ. എന്നാൽ ഇതിൻ്റെ അർത്ഥം ഒന്ന് കണ്ടുപിടിക്കുന്നേ. ഞാൻ താജിൻ്റെയോ അതോ മുന്നയുടെയോ പെണ്ണല്ല, മറിച്ച് ഞാൻ മറ്റൊരു പ്രണയത്തിൽ അകപ്പെട്ടവളാണെന്ന് ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കുന്നേ. എന്നിട്ട് നിന്റെ ഈ ഒളിച്ചുകളെ അവസാനിപ്പിച്ച് എന്നിൽ നിന്ന് ദൂരെ പോന്നീ. താജ് ബ്രോ, എന്താണ് മുഖത്തൊരു മ്ലാനത? ഇന്നാ രാക്ഷസി വന്നില്ലേ? കണ്ടതേ ഇല്ലല്ലോ. കണ്ടിട്ടെന്തിനാ? വയറ് നിറച്ച് വാങ്ങിച്ചു കൂട്ടാനല്ലേ. എത്ര കിട്ടിയാലും മതിയാവുന്നില്ലടാ നിനക്ക്. ഇല്ലല്ലോ, അവളെ കിട്ടണം. അവളെ കിട്ടിയാൽ മാത്രമേ എനിക്ക് മതിയാവുള്ളൂ. അതുവരെ അവളുടെ അടുത്തുനിന്ന് ഇങ്ങനെ വയറ് നിറച്ചും കിട്ടണം, കിട്ടിക്കൊണ്ടിരിക്കണം. ആഹാ, എന്താ നാക്ക്! ദേ വരുന്നു രാക്ഷസി. വരാന്തയിലൂടെ നടന്നു വരുന്ന അവളെ കണ്ട് എബി പറഞ്ഞു. ആര് വരുന്നുണ്ടെന്നാ അവൻ കടുപ്പിച്ച് ചോദിച്ചു. സോറിയില്ല, ഒരു അക്ഷരപ്പഴം. രാജ്ഞി വരുന്നുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ച്. എബി അവന് നേരെ കൈകൂപ്പി കാണിച്ചു. അവനെന്ന് അമർത്തി മൂളി. എടാ തിണ്ടി, നീ രാക്ഷസിയും പറഞ്ഞോണ്ടല്ലേ ഞാനും പറഞ്ഞു. നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, നമുക്കൊന്നും പറയാൻ പറ്റില്ലേ? നീയൊക്കെ ഒരു ഒന്നൊന്നര കാമുകനാണല്ലോടാ. എബി അവനെ നോക്കി പെരുവിർത്തു. എന്തെങ്കിലും പറഞ്ഞോളാ. ഇല്ലെന്റെ പൊന്നേ. എന്നാ അവളെ ചൊറിയാളെന്തെങ്കിലും പറഞ്ഞില്ല, കാണിച്ചു തരാം. സുളുവിൽ നിനക്ക് അവിടെ അടുത്തുനിന്നൊരു സോറിയും വാങ്ങിച്ചു തരാം. എങ്ങനെ? അവൻ നെറ്റി വിളിച്ചു. അതൊക്കെയുണ്ട്, നീ കണ്ടോ? അവൾ രണ്ടു വശത്തേക്ക് നോക്കാതെ അവരുടെ മുമ്പിലൂടെ കടന്നുപോയി. അത് കാത്തു നിന്ന പോലെ എബി കാൽ അവൾക്ക് കുറുകെയിട്ടു. ഉമ്മാന്നും വിളിച്ചുകൊണ്ട് മൂക്കും കുത്തി നിലത്തേക്ക് വീഴാൻ പോയ അവളെ എബി താജിന്റെ നേർക്ക് തട്ടി. പെട്ടെന്നായതുകൊണ്ട് താങ്ങി പിടിക്കയില്ലാതെ അവന് വേറെ വഴിയുണ്ടായിരുന്നില്ല. സത്യത്തിൽ അവൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. അവൾ കണ്ണു തുറന്നു നോക്കിയതും കണ്ടത് അവൻ്റെ ആ ചാര കണ്ണുകളാണ്. ഒരു നിമിഷം വേണ്ടി വന്നു അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ. എവിടെ നോക്കിയാടി നടക്കുന്നേ? ഒട്ടിച്ചേർന്ന് കഥ മാറിപ്പോടി. അവളെ ചൊറിയാൻ കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി അവൻ അവളിലുള്ള പിടിവിട്ടുകൊണ്ട് ശബ്ദിച്ചു. നിന്റെ കുഞ്ഞമ്മയുടെ മോളെ തല നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞോ എന്നെ താങ്ങി പിടിക്കാം? വീഴുമ്പോൾ വീട്ടിൽ നിന്ന് കയറി നിൽക്കണമായിരുന്നു. അതെങ്ങനെയാ? ദേഹത്ത് മുട്ടാനും തട്ടാനും കിട്ടുന്ന ഒരു അവസരം വെറുതെ കളയില്ലല്ലോ. പറ്റിച്ചേർന്ന് നിൽക്കാൻ നല്ല സുഖല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ അസുഖം എന്താണെന്ന്. അവളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എന്റെ നെഞ്ചത്തോട്ട് വന്ന് വീണം പോരാ, എന്നിട്ടിപ്പോ നിന്റെ എവറസ്റ്റ് പോലത്തെ നാവിന്റെ അടുത്തേക്ക് വളക്കുന്നോ? ഓ, തട്ടാനും മുട്ടാനും പറ്റിയൊരു മുതല് കണ്ടേച്ചാലും മതി. പട്ടി പോലും വെള്ളം കുടിക്കില്ല നിന്റെ ഈ പരട്ട മോതണ്ട. നാടോടികൾക്ക് പോലും ഉണ്ടാവും നിന്നെക്കാളും ഭംഗി. അങ്ങനെയുള്ള നിന്നെ ആർക്കാടി പറ്റിച്ചേരേണ്ടത്? ആരാടി അറിഞ്ഞുകൊണ്ട് നിന്നെ തട്ടിമുട്ടുക ചെയ്യുന്നത്? വെറുതെ അവരൂടെ നാർത്തേയുള്ളൂ. അവൻ അവളെ നോക്കി പുച്ഛിച്ചു. ഓ, അപ്പൊ നിന്നേക്കാൾ മുന്നേ ഇവൻ നാറിക്കോട്ടി നിർത്തിയിട്ടാണോ ഇവനെ കൊണ്ട് കാല് കുറുകെ വെപ്പിച്ച്? ദേ, ബാക്കിയുള്ള ഗേൾസിനോട് കളിക്കാൻ ഒരു സാധനം നിൽക്കുന്ന പോലെ എന്നോട് നിന്നാറുണ്ടല്ലോ. നിന്റെയൊക്കെ തലയിലെ പോലെ ചാണകൽ എൻ്റെ തലയിൽ. ഒരു തടസ്സമില്ലാത്ത വഴിയിലൂടെ നടന്ന് ഞാനിങ്ങനെ വീണ് കാറ്റുണ്ടിട്ടാണോ? അല്ലടി, മഴ പെയ്തിട്ട് എങ്ങോട്ടോ വായി നോക്കി നടന്നിട്ട് മുന്നിലുള്ളവരെ കാണാത്തല്ല ഇവിടെ പ്രശ്നം. ഞങ്ങളിവിടെ നിന്നതല്ലേ. രാക്ഷസിയെ പോലെ രണ്ട് ഉണ്ടക്കണ്ണുണ്ടല്ലോ, നോക്കി നടക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ വീണെന്നിരിക്കും, ആരെങ്കിലുമൊക്കെ വീഴ്ത്തിന്നിരിക്കും. എപ്പോഴും ശ്രദ്ധ വേണം, അവൻ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ ഉപദേശത്തിൻ്റെ സ്വരം കൂടി കലർന്നിരുന്നു. തൻ്റെ മുമ്പിലല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ അവൾ വീണു പോരുതെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. വീഴുന്നത് പോയിട്ട് മറ്റൊരാൾക്ക് മുമ്പിൽ അവളൊന്ന് കുനിയുന്ന പോലും അവന് ഇഷ്ടമില്ല. പക്ഷേ ഇരച്ചു കയറിയ ദേഷ്യത്തിൽ അവളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ നല്ലപോലെ നോക്കി കണ്ട് തന്നെയാണ് നടക്കുന്നത്. വീഴ്ത്താൻ നിന്നെ പോലെ ഒരു തക്കം പാർത്തിരിക്കുന്നത് ഞാൻ മറന്നു. ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ വീഴുന്ന പോയിട്ട് ഒന്ന് അനങ്ങ പോലും ഇല്ലായിരുന്നു. നിങ്ങളുടെ ക്ലാസ് വരാന്തേക്ക് ഇനി വല്ല മാജിക്കും ഉണ്ടോ? നേരെ നടന്നു പോകുന്നവരുടെ കാല് പിടിച്ച് വലിച്ച് വീഴ്ത്തിയിടാൻ? ഇല്ലല്ലോ. ഞാൻ കണ്ടതാ ഇവൻ കാല് കുറുകിയിടുന്നു. പെട്ടെന്നായതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ വീഴാൻ പോയത് നിന്റെ നേർക്കല്ലായിരുന്നല്ലോ, ഈ ഭാഗത്തേക്കായിരുന്നില്ലേ?
അവിടെ കാലിന് വരവൻ്റെ കൈ. നിന്റെ ഈ മുതലാളി പറയുന്ന കേട്ട് എൻ്റെ നേർക്ക് കൈയും കാലും കൊണ്ട് ഗോഷ്ടി കാണിക്കാൻ വന്നാലേ വികലാംഗനായിട്ട് നടക്കേണ്ടി വരും. പിന്നെ കൊട്ടേഷൻ കൊടുക്കില്ല, ഞാൻ തന്നെ ചെയ്യും. വല്ല ഒലക്കയോ പലകയോ വെച്ച് അടിക്കും, കേട്ടല്ലോ. എബിക്ക് നേരെ അവളുടെ താക്കീത് ഉയർന്നു. അതുവരെ ഞാനെന്നറിഞ്ഞില്ല രാമനാരായണ എന്ന ഭാവത്തിൽ നിന്നിരുന്ന എബിയുടെ മുഖത്ത് അവൾ പറഞ്ഞു കേട്ട് നവരസങ്ങളൊക്കെ ഒന്നിച്ച് വന്നു. അത് കണ്ട് താജിനൊന്ന് ചിരി വന്നെങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. അവൻ അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കി. നോക്കേണ്ട, ഞാൻ ആരെയും ചൊറിയാൻ വരുന്നില്ലല്ലോ. പലവട്ടം പറഞ്ഞാ എന്നെ എൻ്റെ വഴിക്ക് വിടാം, പറഞ്ഞാൽ കേൾക്കില്ല. വെറുതെ പോകുന്ന എന്നോട് കളിക്കാൻ വരും. ഇങ്ങോട്ട് വന്നാൽ ഞാനും വെറുതെ വിടില്ല. വീം പറഞ്ഞൊന്നല്ല. ആവശ്യമില്ലാതെ എൻ്റെ കാലിൻ്റെ കൈൻ്റെ ഒക്കെ ഇടയിൽ നിൻ്റെയൊക്കെ കയ്യും കാലും ഇടാൻ വന്നാൽ പറഞ്ഞു തന്നെ ഞാൻ ചെയ്യും. അതിന് മേയറുടെ മോനാണെന്ന് അവൻ്റെ ഫ്രണ്ടാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഏത് നേരം നോക്കിയിട്ട് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത് കാണാം. ഞാൻ വിചാരിച്ച് വായനോട്ട് മാത്രമായിരിക്കുന്നു. തെറ്റിപ്പോയി. ഇപ്പോഴാ ഉദ്ദേശം മനസ്സിലായി. ഇതിലൂടെ പോകുന്ന പെണ്ണുങ്ങളുടെ മേത്താണല്ലേ കളി. ഒരുത്തൻ വീഴ്ത്താനും പിന്നൊരുത്തൻ താങ്ങാനും. കഷ്ടം. വഴിന്ന് മാറിക്കടാ. വിക്രമാദിത്യനും വേതാളവും. അവൾ എബിയെ നോക്കി കണ്ണുരുട്ടി. വടയക്ഷിയെ കണ്ട് പേടിച്ച പോലെ അവൻ അറിയാതെ രണ്ടടി പുറകിലേക്ക് നീങ്ങിപ്പോയി. അവൾ പോയതും താജ് എബിയെ നോക്കി പല്ലു ഞെരിച്ച്. എബിയൊന്ന് ഇളിച്ച് കാണിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വലിയാൻ നോക്കി. പക്ഷേ അവൻ വിട്ടില്ല. കോളറിൽ പിടിച്ച് വലിച്ചു. അവൻ്റെ ഒരു കോപ്പിലെ സോറി എവിടെയാടാ അവിടെ സോറി? അത് പിന്നെ അവള് വീണ വീഴ്ചയിലും മറന്നുപോയിട്ടുണ്ടാവും. കരിങ്കല്ല് പോലത്തെ നിന്റെ നെഞ്ചത്തേക്കല്ലേ വീണ്. ആ വീഴ്ചയിൽ അവളുടെ തലയുടെ പരിപ്പിളകിയിട്ടുണ്ടാവും. പന്നി കൊല്ലടാ നിന്നെ. നിന്നോടൊക്കെ ചോദിച്ച എന്നെ വേണം പറയാൻ. കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഇത്രയും കരുതിടാ സാമദ്രോഹി. നീ എന്താ ചോദിച്ചേ? അവളെ ചൊറിയാനുള്ള വഴി അത് തന്നെയല്ലേ ഞാൻ ഉണ്ടാക്കി തന്നു. കാൽ വെച്ച് വീഴ്ത്തി തന്നു. അവള് വീഴാൻ പോകുമ്പോൾ നീ പിടിക്കുന്ന വിചാരിച്ച് കണ്ണു മിഴിച്ച് നോക്കിന്നാലാ പിടിച്ചില്ല. എന്നിട്ടും കിട്ടിയ ചാൻസ് വെറുതെ കളയേണ്ടെന്ന് കരുതി നിന്റെ ദേഹത്തെ ഇങ്ങനെ തട്ടിയിട്ട് തരികയും ചെയ്തു. ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് പറ്റില്ല. നിന്നോട് ആരാടാ പറഞ്ഞേ അവളെ കാൽ വെച്ച് വീഴ്ത്താൻ? ഞാൻ പറഞ്ഞോ? അവളുടെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ട് നീയല്ല വേറെ ആരെ ആ പണിക്ക് പോ. തൃപ്തിയായല്ലോ. അവൻ ദേഷ്യപ്പെട്ടു. ഈ തന്നെയാടാ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. മറ്റാരെക്കാൾ നന്നായിട്ട് അവളുടെ സ്വഭാവം അറിയുന്നത് നീ തന്നെ ചോദിക്കണം എന്നോട്. അവളെ ചൊറിയാനുള്ള വഴി കിട്ടണം, കിട്ടിക്കൊണ്ടിരിക്കണം. മതിയല്ലോ, തൃപ്തിയായല്ലോ. വയറ് മാത്രമല്ല കോടയിലും പണ്ടോ നിറച്ചെന്നില്ല അവള്. നിന്നോട് മാത്രമേ അവൾക്ക് ദേഷ്യവും ശത്രുതയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നോടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതുകൂടെ പോയി കിട്ടി. നിനക്കൊക്കെ ഉപകാരം ചെയ്തിരുന്ന എന്നെ തല്ലാൻ ആളെ എൻ്റെ പോത്തെ. എബി മുഖം തിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി. ഇതിപ്പോ ഇവന്റെ കളി ഉണ്ടാ തോന്നല്ലോ. ഞാനാണ് കാലിട്ട് അവൾ വീഴ്ത്തിയെന്ന്. പോടാ പട്ടി. പറഞ്ഞ പോലെ തന്നെ അവൾ നിന്നെ ഒലക്ക വെച്ച് അടിക്കും, നോയിക്കോ. മാം 5 മിനിറ്റ്സ്. അവളുടെ ക്ലാസ്സിന്റെ വാതിൽക്കൽ വന്ന് നിന്ന് അകത്തേക്ക് നോക്കി അവൻ മിസ്സിനോട് ചോദിച്ചു. യാ ഷുവർ. മിസ് പുറത്തേക്ക് ഇറങ്ങി. ഒരു പട തന്നെ പുറത്തുണ്ടായിരുന്നെങ്കിലും അവന് എബി മാത്രം അകത്തേക്ക് കയറി. അവനെ കണ്ടതും ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ പുറത്തേക്ക് നോക്കിയിരുന്നു. ക്ലാസ്സിലെ സ്ട്രെങ്ത് എത്രയാണ്? ക്ലാസ് മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചോണ്ടാൻ ചോദിച്ചു. 40. ബാക്ക് ബെഞ്ചിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട 39 സഹോദരി സഹോദരന്മാരെ, അല്ലെങ്കിൽ വേണ്ട, ഏതൊരുമാതിരി ഇന്ത്യയുടെ പ്രതിജ്ഞ പോലെയുണ്ട്. 39 സുഹൃത്തുക്കളെ, അതാ നല്ലത്. അപ്പോൾ ഒരാളോ ബ്രോ? സ്ട്രെങ്ത് 40 39 അല്ല. അവൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഫസ്റ്റ് ബെഞ്ചിലെത്തി സംശയം ചോദിച്ചു. തോക്കിനുള്ളിക്കാരെ വീടി പൊട്ടിക്കളെ മുത്ത്, ചേട്ടനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളിങ്ങനെ ഇടയിൽ കയറിയാ എനിക്ക് പണിയാവും. കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ചു വന്ന 4 ഡയലോഗ്സ് ഉണ്ട് കയ്യിൽ. അതൊന്നും ഞാനിവിടെ പെർഫോം ചെയ്തോട്ടെ, സഹകരിക്കണം. അപ്പോൾ പറഞ്ഞു വന്നെന്താ? ഇന്ത്യയുടെ പ്രതിജ്ഞ. അവൻ്റെ പിന്നിൽ നിന്ന് എബി പറഞ്ഞു. അവൻ തിരിഞ്ഞ് എബിയൊന്ന് കനപ്പിച്ച് നോക്കി. ഓർമ്മിച്ചതാണ് എന്ന് പറഞ്ഞ് എബിയെന്ന് വിളിച്ച് കാണിച്ചു. അവൻ എബിയെ നോക്കി പൂച്ചിച്ച് മുന്നിലേക്ക് തിരിഞ്ഞു. എൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? ഈ കഴിഞ്ഞ 4 വർഷത്തോളമായി നമ്മുടെ കോളേജിൽ കാണപ്പെട്ടു വരാത്ത ഒന്നാണ് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ. ആ സ്ഥാനത്തുണ്ടായിരുന്ന ഞാനാണെന്ന് ഏവർക്കും അറിയാം. ഇത്തവണ എതിർ സ്ഥാനാർത്ഥികളില്ലാതെ ആ പദവി അലങ്കരിക്കാൻ തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടെ ചിലർക്കൊക്കെ ഞാൻ അധികാരത്തിലിരിക്കുന്ന അത്ര ദഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത്തവണ എനിക്കെതിരൊരു സ്ഥാനാർത്ഥി വേണമെന്ന് ഭയങ്കര നിർബന്ധവും വാശിയും. വേറെ ആർക്കെങ്കിലൊക്കെ ആയിരുന്നു ഈ കുത്തിലെങ്കിൽ കണ്ടില്ലെന്ന് അടിക്കായിരുന്നു, വിഷയത്തിൽ എടുക്കില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിപ്പോയി എൻ്റെ പ്രതിപക്ഷത്ത്. കോമ്പറ്റേറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ കയ്യിലുള്ള ഒരു ചെറ്റത്തരവും കളിക്കളത്തിൽ ഇറക്കാൻ പാടില്ലെന്നാണ് മത്സരത്തിൻ്റെ നിബന്ധന. അതും അംഗീകരിച്ചു. അന്തസ്സായി മത്സരിച്ച് ജയിക്കാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമാണ് ഈ പ്രചരണം. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതും നിങ്ങൾക്കറിയാവുന്നതാണ്. എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അത് നിങ്ങളുടെ ക്ലാസ്മേറ്റ് തന്നെയാണ്, മുനവിർ. നിങ്ങളൊക്കെ ആരെയാണ് ചെയർമാനായി കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. മാറ്റം അനിവാര്യമാണ്. അതുപക്ഷെ നിലവിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രം. വിജയമെന്നത് എൻ്റെ ലക്ഷ്യമാണ്. അതിലേക്കുള്ള മാർഗം എന്താണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. കാരണം എനിക്കിതൊന്നും ശീലമില്ലാത്തതാണ്.
എന്നിരുന്നാലും വോട്ട് അഭ്യർത്ഥിക്കുക എന്നത് എൻ്റെ കടമയായി കണ്ട് നിങ്ങൾ എവിടെയും വിലയേറിയ വോട്ട് എനിക്ക് നൽകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അവൻ പറഞ്ഞത് മുഴുവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. പക്ഷെ അവൾക്കൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. ഉഫ്, എന്തൊരു വെറുപ്പിക്കല എന്ന രീതിയിൽ അവൾ പുറത്തേക്ക് നോക്കിയും തിരിഞ്ഞു മറിഞ്ഞ് അവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ഇരുന്നു. അവൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഭാവം. ബാക്കിയെല്ലാവരും അവൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇത് താജ് തന്നെയാണെന്ന രീതിയിൽ കണ്ണുമിഴിച്ചു പോയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അവൻ്റെ വിനീതമായ സംസാരവും പെരുമാറ്റവും കണ്ടാണ്. സത്യത്തിൽ അവന് തന്നെ അത്ഭുതം തോന്നിപ്പോയി. തനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമെന്ന് കരുതി. ഏതായാലും പഠിച്ചു വന്ന് കീർത്തിയമായിട്ടല്ലെങ്കിലും കാര്യം മനസ്സിലാവുന്ന പോലെ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്ഷീണിച്ചു പോയി. ഈ ഇലക്ഷന് നിൽക്കുന്നവരൊക്കെ സമ്മതിക്കണം. എന്തെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടോടാ എന്ന ചോദ്യഭാഗത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ എബിയെ നോക്കി. മതി, ഇത്രയും മതി, ഓവറായ ചളാവും. സയൻസ് സെക്ഷൻ ഇതോടെ കഴിഞ്ഞു, ഇനി ആർട്സ്. വാ പോവാ, എബി പതുക്കെ പറഞ്ഞു. പോവാനോ? ആയില്ല മോനെ എന്ന് പറഞ്ഞവൻ വീണ്ടും മുന്നിലേക്ക് തിരിഞ്ഞു. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എബിനെസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. സേട്ടൻ ക്ഷീണിച്ചു പോയി മക്കളെ. എബി, കോളേജിനും സ്റ്റുഡൻസിനും വേണ്ടിയുള്ള നമ്മുടെ മോഹന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ കൊച്ചു പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. മോഹന വാഗ്ദാനങ്ങളാ? അതെന്ത് സാധനം? അതൊക്കെ ഞാനിവിടുന്ന് പറഞ്ഞു കൊടുക്കാനാ? ഇവനിത് എന്നെ വെച്ച് ചളാക്കും. വേണോടേ? എബി ദയനീയമായി അവനെ നോക്കി. നോക്കി നിൽക്കാതെ നീണ്ട ലിസ്റ്റിങ് പറഞ്ഞു കൊടുക്കേണ്ട അച്ഛായ, ഞാനൊന്ന് വിശ്രമിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവൻ ഇരിക്കാൻ വേണ്ടി ചുറ്റും നോക്കി. കസേരയുണ്ട് ടേബിളിൻ്റെ അടുത്ത്. പക്ഷെ അവനത് കാണാത്ത പോലെയാക്കി രണ്ടാമത്തെ ബെഞ്ചിൻ്റെ അറ്റത്ത് പോയി ഡെസ്കിൽ കൈകുത്തി നിന്നു. നുസ്രയാണ് അറ്റത്തിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവളും. കുറച്ചു നേരത്തേക്ക് മോളൊന്ന് സീറ്റ് മാറ്റാൻ സഹകരിക്കണം. ഫ്രണ്ടിൽ സീറ്റ് എംറ്റിയാണ്, അവിടെ ചെന്നിരിക്കുക, അവൻ നുസ്രയോട് പറഞ്ഞു. എന്താ? നുസ്രയ്ക്ക് കാര്യം മനസ്സിലായിരുന്നു. എന്നിട്ടും അറിയാത്ത പോലെ ചോദിച്ചു. എഴുന്നേറ്റ് മാറി അവന് സീറ്റ് കൊടുത്താൽ ലൈല തന്നെ കൊന്ന് കൊല വിളിക്കുന്ന അവൾക്കറിയാം. അതുകൊണ്ട് അവൾ എഴുന്നേറ്റ് മാറാൻ മടി കാണിച്ചു. ഓയ് അവിടെ ഇരിക്കടി. അവൻ്റെ ശബ്ദം പൊങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല. നുസ്ര ഒരൊറ്റ എഴുന്നേൽക്കലായിരുന്നു. സീറ്റിൽ നിന്നു ലൈലയുടെ ഭാഗത്തേക്ക് നോക്കിയില്ല. നേരെ പോയി മുന്നിലിരുന്നു. പ്രസംഗം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകില്ലോ എന്ന് കരുതി അതുവരെ അവനെ കാര്യാക്കാതെ വിട്ടിരുന്ന അവൾക്ക് അവൻ്റെ ഈ തെമ്മാടത്തിനെ കണ്ട് ദേഷ്യം നുരഞ്ഞു പൊന്തി. അവൾ എഴുന്നേറ്റ് പോകാൻ നോക്കിയതും അവൻ വേഗം സീറ്റിൽ നിന്നു. അവനെ മറികടന്ന് പോകാനാവാതെ അവൾ പല്ലിഞ്ഞരിച്ച് അവിടെ തന്നെ നിന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവിടെ ഇരുത്തി ഡെസ്ക് അടുപ്പിച്ചിട്ടു. അവൾ പിടഞ്ഞുകൊണ്ട് അവൻ്റെ പിടിപിടിച്ച് പല്ല് കടിച്ച് പിടിച്ച്. മൂട്ടിൽ തീയിട്ട കളി കളിക്കില്ല മോളെ. ഞാനൊന്നും നിന്റെ അടുത്തിരുന്നെന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്കൊന്നും സംഭവിക്കാനുണ്ടാവില്ല, പക്ഷെ എനിക്കുണ്ട്. ഇത് ക്ലാസ് റൂമാണെന്ന് ഓർമ്മയാണ്. ബാക്കി എല്ലായിടത്തും കളിക്കുന്നവർ ഇവിടെയും കളിക്കാൻ നിൽക്കരുത്. എണീറ്റ് പോ, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്ത് ടീച്ചറും ഉണ്ട്. അവൾ ശബ്ദം കുറച്ച് എന്നാൽ മുഴുവൻ ദേഷ്യവും കലർത്തി അമർത്തി പറഞ്ഞു. ശ്രദ്ധിച്ചോട്ടെ, അതിനെന്താ? എനിക്ക് നീ ആരാണെന്ന കാര്യം ഇവിടുത്തെ ഓഫീസിൽ വരെ പാട്ടാ. പിന്നെയാണോ നിന്റെ ഈ ക്ലാസ്സിലെ 4 പിള്ളേരും പുറത്തുള്ള ടീച്ചറും? അവൻ നിസ്സാരമായി പറഞ്ഞു. അവൾക്ക് അവനെ വെട്ടിയൊന്നുറുക്കാനുള്ള ദേഷ്യം വന്നു. അവൾ മുഷ്ടിയുരുട്ടി തലക്ക് കൈ കൊടുത്തു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ആദ്യം കണ്ണുപോയത് മുന്നയുടെ മുഖത്തേക്കാണ്. നോക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നിപ്പോയി. കോപം കൊണ്ട് വലിഞ്ഞു മുറുകി നെറുവുകൾ വരെ പുറത്തേക്ക് കാണുന്നുണ്ട്. ക്ലാസ് റൂം അല്ലായിരുന്നെങ്കിൽ അവനെ കുത്തി കീറിയനെന്ന് അവൾക്ക് മനസ്സിലായി. ബാക്കി തെണ്ടികളാണെങ്കിൽ ഏതോ പടോടുന്ന പോലെ ഇങ്ങോട്ടേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇനി എന്താണെന്നുള്ള ആകാംക്ഷയിൽ കണ്ണും തള്ളി ഇരുന്നിട്ടുണ്ട്. മുന്നിൽ ലിസ്റ്റ് വായിക്കാൻ വടി പോലെ നിന്ന് എബി ഇപ്പോൾ വടിയായി പോകുമെന്ന അവസ്ഥയിൽ തലക്ക് കയ്യും കൊടുത്ത് അവളെയും മാറി മാറി നോക്കുന്നുണ്ട്. അവൾ തൊട്ടടുത്ത സീറ്റിലേക്ക് നോക്കി. ഇപ്പുറത്തിരുന്നവളെയും കാണാനില്ല. അവൻ നുസ്രയോട് അലറിയത് കേട്ട് അവൾ പേടിച്ച് എണീറ്റ് പോയെന്നാണ് തോന്നുന്നത്. ആ സൈഡിലൂടെ പോവാന്ന് കരുതി അവൾ പതിയെ എണീക്കാൻ നോക്കിയതും അവൻ അവളുടെ നടുവിലൂടെ കൈയിട്ട് പിടിച്ചു. അവൾ ഞെട്ടിത്തരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പൊട്ടിത്തെറിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക്? അവളുടെ ദേഷ്യം കൊണ്ട് വിറക്കുന്ന മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ഇല്ല, പകരം നിന്റെ നെഞ്ചത്തേക്ക് കത്തി കുത്തി കയറ്റാനാ തോന്നുന്നു. എന്താ നിനക്ക് വേണ്ടത്? അനാവശ്യം കാണിക്കാതെ എഴുന്നേറ്റ് പോ. പറയുന്ന കേൾക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോ. എന്തിനായാലും ഞാൻ നേരിട്ടുകൊള്ളാം. നിന്റെ അടുത്ത് ഇരിക്കണം തോന്നി ഇരുന്നു. നിനക്കറിയാലോ എനിക്ക് തോന്നുന്ന ഞാൻ ചെയ്യുവാന്ന്. അതിനാരുടെയും ഇഷ്ടവും സമ്മതവും നോക്കാറില്ലെന്ന്. നിനക്ക് തോന്നുന്ന പോലെ നിന്റെ ഇഷ്ടങ്ങളും തോന്നിയാസങ്ങളും എന്നോട് കാണിക്കാൻ ഞാൻ നിന്റെ വെപ്പാട്ടിയല്ല. ഹൈ സേ ലീവ് മീ. അതുവരെ കഴിവതും ശബ്ദം കുറച്ച് പറഞ്ഞിരുന്ന അവളുടെ ശബ്ദം പെട്ടെന്ന് ഉയർന്നു. എല്ലാവരും ഞെട്ടിലോടെ അവളെ തന്നെ നോക്കിപ്പോയി. എബി പിന്നെ അവിടെ നിന്നില്ല. തിളച്ചു മറിയുന്ന അവളുടെ മുഖവും ശബ്ദമൊക്കെ ആയപ്പോൾ എബി ക്ലാസ്സിൽ നിന്നും വേഗത്തിൽ ഇറങ്ങി. താജു ബ്രോ, ഐ ആം എസ്കേപ്പിംഗ്. നേരത്തെ കിട്ടി തന്നെ ഇതുവരെ ദഹിച്ചിട്ടില്ല. അത്രയ്ക്കായിട്ടും അവൻ്റെ മുഖത്ത് പതിവ് പോലെ കൂസലില്ലായ്മ. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അവളിലുള്ള പിടിവിട്ടു. അവൾ അവിടെ നിന്ന് എണീറ്റ് ബാക്ക് ബെഞ്ചിൽ പോയി ഇരിക്കാൻ നോക്കി. നിന്നേ, ഇത് കണ്ടിട്ട് പോ.
അവൻ ഫോണെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇനി എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൾ നെറ്റി വിളിച്ച് അതിലേക്ക് നോട്ടമിട്ടു. നീ എൻ്റെ വെപ്പാട്ടിയാണോ അല്ലയോന്ന് ഇത് കണ്ടിട്ട് തീരുമാനിക്കുക. ഇവര് പറയട്ടെ നീ എൻ്റെ ആരാണെന്ന്. കാണിക്കട്ടെ ഞാനിത് എല്ലാവർക്കും. പുറമേ ശത്രുത കാണിക്കുന്ന നീ ഒറ്റക്കിട്ട നേരത്ത് എന്നോട് ഇങ്ങനെയാണെന്ന് അറിയട്ടെ എല്ലാവരും എന്നവൻ വിജയഭാഗത്തോട് അവൾ നോക്കി പറഞ്ഞു. അവളൊരു നിമിഷം പകപ്പോടെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്ന് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.